Hello everyone. Today we have to discuss Schrodinger equation. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. എന്താണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? നമ്മളൊരു മെറ്റീരിയൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തിട്ട് മാറ്റർ വേവ്സ് ഉണ്ടാകും. ഈ മാറ്റർ വേവ്സിൻ്റെ ബിഹേവിയർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടാണ്. ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? ദ ബിഹേവിയർ ഓഫ് മാറ്റർ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് ഗവേൺഡ് ബൈ എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ ആ ബിഹേവിയർ ഗവേൺ ചെയ്യുന്നത്. ആ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് വേവ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഈ ഒരു വേവ് ഫംഗ്ഷനിലായിരിക്കും ആ പാർട്ടിക്കിളുടെ എല്ലാ ബിഹേവിയറും അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ മുന്നേ പറഞ്ഞു, ഒരു വേവിൻ്റെ ഒരു വേവ് ഫംഗ്ഷന് കിട്ടുകയാണെങ്കിൽ ആ വേവിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ആ വേവ് ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കും. ഈ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ തിയറീനെയാണ് വേവ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി എങ്ങനെയാണ് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വേവ് എടുത്തു. ഈ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? സൈ ഓഫ് എക്സ് ടി എന്നുള്ളതാണ്. വേവ് ഫംഗ്ഷൻ എന്താണ്? ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ബിഹേവിയർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ അങ്ങനെ ഒരു മാറ്റർ വേവാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ മാറ്റർ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. ഇതാണ് ആ വേവിൻ്റെ വേവ് ഫംഗ്ഷന്. ഇവിടെ അങ്ങനെ ടൈമും കൂടിയും ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ നമ്മൾ ടൈം ഫാക്ടർ എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യാണ്. ആദ്യം ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് എടുക്കുന്നത്. സോ അപ്പോൾ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? എ സൈൻ കെ എക്സ് എന്നേ വരുള്ളൂ. സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്നേ വരുള്ളൂ. ഇവിടെ അങ്ങനെ എ എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. കെ എന്താണ്? വേവ് ഫാക്ടറാണ്. കെയുടെ വാല്യൂ എന്തായിരിക്കും? 2π/λ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സൈ ഓഫ് എക്സ് സൊല്യൂഷനായിട്ട് വരുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും? ഡി സൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ എ കോസ് കെ എക്സ്. കാരണം എ സൈൻ കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? കെ ഇൻറ്റു കോസ് കെ എക്സ് ആണ്. സോ ഡി സൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ എ കോസ് കെ എക്സ് എന്ന് വരും. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വേണ്ടത്. സോ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു കോസ് കെ എക്സിൻ്റെ ഡിഫറൻഷ്യലാണ്. കോസ് കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? മൈനസ് കെ സൈൻ കെ എക്സ് ആണ്. സോ എന്ത് വരും? മൈനസ് കെ സ്ക്വയർ എ സൈൻ കെ എക്സ്. നമുക്കറിയാം എ സൈൻ കെ എക്സ് എന്താണ്? സൈ ഓഫ് എക്സ് ആണ്. സോ എന്ത് വരും? മൈനസ് കെ സ്ക്വയർ സൈ ഓഫ് എക്സ് എന്ന് വരും. അതായത് എന്താണ്? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ ഓഫ് എക്സ് എന്ന് വരും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. നമുക്കറിയാം കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു എന്താണ്? പി സ്ക്വയർ ബൈ 2m ആണ്. അതായത് പി അറിയാം, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ നിന്ന് പി എന്താണ്? h/λ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? h² ഡിവൈഡഡ് ബൈ 2m λ² എന്ന്. നമ്മൾ ഒരു ഇക്വേഷന്മേ 4π² ആയിട്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്താ വരിക? 4π² h² ഡിവൈഡഡ് ബൈ 4π² 2m λ². അപ്പോൾ h² ബൈ 4π² നമുക്ക് എന്തെന്ന് എഴുതാം? h കട്ട് സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ എന്തുണ്ട്? 4π² ഡിവൈഡഡ് ബൈ λ². 4π² ബൈ λ², അതായത് 2π/λ. 2π/λ എന്താണ്? കെ ആണ്. സോ എന്തെന്ന് എഴുതാം? k² എന്ന് എഴുതാം. സോ കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു എന്താണ് വന്നത്? h കട്ട് സ്ക്വയർ k² ഡിവൈഡഡ് ബൈ 2m. അതിൽ നിന്ന് നമുക്ക് k² ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2m ഡിവൈഡഡ് ബൈ h കട്ട് സ്ക്വയർ ഇൻറ്റു k, അതായത് കൈനറ്റിക് എനർജി k. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. നമുക്കറിയാം ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതായത് എന്താണ്? ഇ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വി ഓഫ് എക്സ്. അതല്ലെങ്കിൽ അവിടുന്ന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം?
കെ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോറി ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3 എന്താണ്? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ ഒരു കെ സ്ക്വയറിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 2 എന്ത് വരും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് സൈ ഓഫ് എക്സ് എന്ന് വരും. ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസിൽ എന്ത് വരും? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും ഇസ് ഈക്വൽ ടു. ആർ എച്ച് എസിൽ ഓൾറെഡി ഒരു മൈനസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഉണ്ട്. സോ നമ്മളിവിടെ ഇങ്ങനെ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ ആർ എച്ച് എസിൽ എന്താ ഉണ്ടാവുകയുള്ളൂ? ഇ മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ്. അതായത് ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് എന്ന് വന്നു. ആർ എച്ച് എസിലുള്ള വി ഓഫ് എക്സ് ഐ ഓഫ് എക്സിനെ നമ്മൾ എൽ എച്ച് എസ്ക്ക് കൊടുത്താൽ ഇക്വേഷൻ എന്തെന്ന് വരും? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ സൈ ഓഫ് എക്സ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. ഈ ഒരു ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ വൺ ഡയമെൻഷണൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മാറ്റർ വേവ് ഒരു മൂവിങ് പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റർ വേവ് എന്തായാലും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മളെ മാറ്റർ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുത്തത് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആണ്. പക്ഷേ അതൊരു മാറ്റർ വേവിനെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷനിൽ എക്സും ടിയും ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. സോ വേവ് ഫംഗ്ഷൻ എന്താണ് വരിക? സൈ ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. അതായത് ടൈം ഡിപ്പെൻഡൻറ്റും കൂടിയും വരണം. അപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്താണ് വരിക? സൈ ബാർ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നാണ് വരിക. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൊടുത്തു. ഇവിടെ തന്നെ ഒമേഗ എന്താണ്? ഇ ബൈ എച്ച് കട്ടാണ്. അതായത് ഇ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്ന് നമുക്കറിയാം. അത് നമ്മൾ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? ഇ ബൈ എച്ച് കട്ട് എന്ന് എഴുതി. ഇനി നമ്മളൊരു നോൺ പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ് എടുത്തിട്ട് ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്കിതിന്ന് വേവ് ഫംഗ്ഷനും കിട്ടും, അതുപോലെ തന്നെ എനർജി വാല്യൂസും കിട്ടും. പാർട്ടിക്കിൾസിൻ്റെ ഓരോ സ്റ്റേറ്റിലുള്ള എനർജി വാല്യൂസും കിട്ടും, അതുപോലെ തന്നെ വേവ് ഫംഗ്ഷനും കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ആയിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സൈ ഓഫ് എക്സ്. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് സൈ ഓഫ് എക്സിനെ ഒന്ന് ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതിയതാണ്. ഇതാണ് വൺ ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ബ്രാക്കറ്റിലുള്ള മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ്. ആ ഒരു ടേമാണ് എന്ത്? ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? എച്ച് ക്യാപ്പ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് എന്ന് എഴുതാം? എച്ച് ക്യാപ്പ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ സൈ ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് എച്ച് ക്യാപ്പ് എന്താണ്? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ആണ്. സോ ഇക്വേഷനെ നമ്മൾ എന്തെന്ന് എഴുതി? എച്ച് ക്യാപ്പ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ സൈ ഓഫ് എക്സ്. ഇതൊരു ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ പോലെയുണ്ട്. നമ്മൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്തായിരുന്നു? എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇവിടെ അങ്ങനെ ഐഗൺ ഫംഗ്ഷനാണ് എക്സ് ആൻഡ് ഐഗൺ വാല്യൂ ആണ് ലാംഡ. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്താ ഇക്വേഷൻ വന്നത്? എച്ച് ക്യാപ്പ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ സൈ ഓഫ് എക്സ്. സോ ഇവിടെ അങ്ങനെ ഐഗൺ ഫംഗ്ഷൻ എന്താണ്? സൈ ഓഫ് എക്സ് ആണ്. ഐഗൺ വാല്യൂ ഏതാണ്? എനർജിയാണ്. സോ ദെൻ ജനറൽ പ്രൊസീജിയർ ഓഫ് Schrodinger ഇക്വേഷൻ എന്തെന്ന് പറയാം. സ്റ്റെപ്പ് 1, റൈറ്റ് Schrodinger ഇക്വേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ആവശ്യമുള്ള, അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒരു പറഞ്ഞു, ഒരു നോൺ പൊട്ടൻഷ്യൽ എടുത്തിട്ടാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുക. സോ അപ്രോപ്രിയേറ്റ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളൊരു Schrodinger ഇക്വേഷൻ എഴുതാം. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സോൾവ് ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു ഗെറ്റ് സൈ ഓഫ് എക്സ് ബൈ യൂസിങ് ബൈ എനി മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ധാരാളം മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈ ഓഫ് എക്സ് കിട്ടും.
ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഇൻ ജനറൽ സൊല്യൂഷൻസ് ആർ ഒബ്റ്റെയിൻ. നമുക്ക് ജനറൽ സൊല്യൂഷനാണ് കിട്ടുക. ബൈ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് ആക്ച്വൽ സൊല്യൂഷൻസ് ആൻഡ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് മേ ബി ഒബ്റ്റെയിൻ. നമ്മൾ ബൗണ്ടറി കണ്ടീഷനും കൂടിയും ഈ ഒരു ജനറൽ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ സൊല്യൂഷന് കണ്ടുപിടിക്കാം. കാരണം അതിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. ഈ ആർബിട്രറി കോൺസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു ആക്ച്വൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിക്കാം. ഫൈനലി ഫൈൻഡ് ദ എനർജി ഐഗൺ വാല്യൂ. ഐഗൺ ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനർജി ഐഗൺ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വേവ് ഫംഗ്ഷന് കംപ്ലീറ്റ് ആവില്ല. കാരണം നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡും കൂടി ഡിറ്റർമിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ കിട്ടുള്ളൂ. സോ ഈ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് അറിയണം. സോ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി എന്ന് നോക്കാം. അതായത് പ്രോബബിലിറ്റി ആൻഡ് നോർമലൈസേഷൻ എന്താണെന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് വേവ് ഫംഗ്ഷൻ എന്നുള്ളത്. കാരണം ഒരു പാർട്ടിക്കിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് വേവ് ഫംഗ്ഷന്. പക്ഷേ ഈ വേവ് ഫംഗ്ഷൻ ഒരിക്കലും നമുക്ക് ഫിസിക്കലി മെഷർ ചെയ്യാൻ കഴിയില്ല. അതായത് സൈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റീനെ നമുക്ക് ഒരിക്കലും ഫിസിക്കലി മെഷർ ചെയ്യാൻ കഴിയില്ല. ഈ സൈ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. ഈ സൈനെ നമുക്ക് ഒരിക്കലും ഫിസിക്കലി മെഷർ ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും മെഷർ ചെയ്യുക എന്താണ്? മോഡുലസ് സൈ സ്ക്വയർ ആണ് മെഷർ ചെയ്യുക. അതായത് മോഡ് സൈ സ്ക്വയർ ആണ് മെഷർ ചെയ്യുക. ഈ മോഡ് സൈ സ്ക്വയർ എന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. ഒരു പെർട്ടിക്കുലർ പ്ലേസിലും പെർട്ടിക്കുലർ ടൈമിലുള്ള മോഡ് സൈ സ്ക്വയർ ആണ് നമ്മൾ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡായിട്ട് മെഷർ ചെയ്യാറുള്ളത്. ഈ ഒരു മോഡ് സൈ സ്ക്വയറിനെയാണ് എന്തെന്ന് പറയുക? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയാം. ഇത് നമ്മൾ പി ഓഫ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ പി ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ഇൻ വൺ ഡയമെൻഷനാണ്. പിന്നെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് എന്ന് എഴുതും? പി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ ഇങ്ങനെ വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ പറഞ്ഞു സൈ ഓഫ് എക്സ് എന്താണെന്ന് എടുത്തത്? സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് സൈ ഒമേഗ ടി. സോ വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഈ മോഡ് സൈ സ്ക്വയർ എന്താണ്? സൈ സ്റ്റാർ ഓഫ് എക്സ് സൈ ഓഫ് എക്സ്. സൈ സ്റ്റാർ ഓഫ് എക്സ് സൈ ഓഫ് എക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്കൊരു ടോട്ടൽ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് -∞ മുതൽ +∞ വരെയുള്ള റീജിയനിലുള്ള ടോട്ടൽ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് എന്തെന്ന് വരും? ഇൻറ്റഗ്രൽ -∞ ടു ∞ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. അതായിരിക്കും പ്രോബബിലിറ്റി ഡെൻസിറ്റി. നമ്മൾ കൺഫൈനിങ് പാർട്ടിക്കിൾ പറഞ്ഞു ആ ഒരു റീജിയൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റീജിയണിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് ഔട്ട്സൈഡ് ദ റീജിയണ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ഓവറോൾ ലെങ്ത്തിൽ പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആയിട്ടുള്ള ഇൻറ്റഗ്രൽ -∞ ടു ∞ സൈ ഓഫ് എക്സ് സ്ക്വയർ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. അതായത് എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? നോർമലൈസേഷൻ കണ്ടീഷൻ. നമ്മൾ വേവ് ഫംഗ്ഷൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ് എന്ന് പറയാം. ഇനി അതല്ല, ഈ ഇൻറ്റഗ്രൽ 0 ആണെങ്കിൽ എന്താണ്? ആ ഒരു റീജിയണിൽ ഒരു പാർട്ടിക്കിളും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ -∞ ടു ∞ വരെയുള്ള റീജിയനാണ് എടുത്തത്. അതല്ല നമ്മൾ ലെങ്ത്ത് x1 ടു x2 ആയിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്തെന്ന് എഴുതാം? ഇൻറ്റഗ്രൽ x1 ടു x2 മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. നമ്മളൊരു ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷനാണ് എടുക്കുന്നത്. അതായത് സൈ ബാർ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നാണ് എടുക്കണമെങ്കിൽ അവിടെ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എന്താണ് വരിക? നമ്മൾ പറഞ്ഞു മോഡ് സൈ സ്ക്വയർ എന്നുള്ളത് എന്താണ്? സൈ സ്റ്റാർ ഇൻറ്റു സൈ ആണ്. സോ ഇവിടെ എന്ത് വരും? സൈ ബാർ ഓഫ് സ്റ്റാർ ഇൻറ്റു സൈ ബാർ എന്ന് വരും. അപ്പോൾ സൈ ബാർ ഓഫ് സ്റ്റാർ എന്ന് വരുമ്പോൾ എന്താ വരിക? സൈ സ്റ്റാർ ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ ടി എന്നാണ് വരിക. കാരണം നമ്മളെ ഇക്വേഷൻ എന്താണ്? സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണ്. അപ്പോൾ സൈ ഓഫ് എക്സിന് സ്റ്റാർ കൊടുക്കുക, പിന്നെ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയിൽ സ്റ്റാർ ചെയ്യുമ്പോൾ എന്ത് വരും? കോംപ്ലക്സ് ഫംഗ്ഷന് പ്ലസ് ആകും. അതായത് മൈനസ് ഐ ഒമേഗ ടി എന്നുള്ളത് പ്ലസ് ഐ ഒമേഗ ടി എന്നായിരിക്കും. സോ സൈ ബാർ സ്റ്റാർ ഓഫ് എക്സ് ടി എന്താണ് വരിക? സൈ സ്റ്റാർ ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ ടി ഇൻറ്റു സൈ ബാർ ഓഫ് എക്സ് ടി ആണ്. സൈ ബാർ ഓഫ് എക്സ് ടി എഴുതുക. സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. സോ ഇ റേസ് ടു ഐ ഒമേഗ ടിയും ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയും ക്യാൻസൽ ആയിപ്പോയിട്ട്
മോഡ് സൈ ബാർ ഓഫ് എക്സ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈ സ്റ്റാർ ഓഫ് എക്സ് സൈ ഓഫ് എക്സ് എന്ന് വരും. അതായത് മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഡെൻസിറ്റി ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ എടുത്തപ്പോൾ അതേ പ്രോബബിലിറ്റി ഡെൻസിറ്റി തന്നെയാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ എടുത്തപ്പോഴും വരുന്നത്. സോ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ളത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണ്? എ സ്റ്റേറ്റ് വിത്ത് എ വെൽ ഡിഫൈൻഡ് എനർജി വിച്ച് ഹാസ് എ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഫോം psi of x e raised to minus i omega t, and for such state probability density is independent of time is called a stationary state. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണ്? ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആയിരിക്കും. പക്ഷെ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എടുക്കുമ്പോൾ അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു വെൽ ഡിഫൈൻഡ് എനർജി ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് എന്തെന്ന് പറയുക? സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാം. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് വേവ് ഫംഗ്ഷനും എനർജി വാല്യൂസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടിയും കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്താണ്, നോർമലൈസേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണെന്നും കൂടി പറഞ്ഞു. എന്തായിരുന്നു നോർമലൈസേഷൻ കണ്ടീഷന്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.